ഹലോ ചാമ്പ്യൻസ്. ചില ടൈം നമ്മുടെ എക്സാംസ് ഒക്കെ ഒരുപാട് അടുത്തെത്തിയിട്ടുണ്ടാകും, ബട്ട് നമ്മുടെ സിലബസ് ഒട്ടും തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാകില്ല. അങ്ങനത്തെ ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ചില എക്സാം സ്ട്രാറ്റജീസ് ആണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. റൈറ്റ് ഡൗൺ ദ ബാറ്റിൽ ഫീൽഡ്. ആദ്യം തന്നെ ഒരു നോട്ട്ബുക്ക് എടുക്കുക ആൻഡ് ഒരു പെൻ എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ എല്ലാ സബ്ജക്ട്സിൻ്റെയും പേര് അതിൽ എഴുതുക. സയൻസ്, മാത്സ്, സോഷ്യൽ, ഇംഗ്ലീഷ്, മലയാളം, എന്തൊക്കെ സബ്ജക്റ്റ് ഉണ്ടോ ആ സബ്ജക്റ്റ് എല്ലാം നോട്ട് ഡൗൺ ചെയ്യാം. ഇനി ആ ഓരോ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ആ പെർട്ടിക്കുലർ എക്സാമിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് എന്ന് മെൻഷൻ ചെയ്യാം. സോ ദിസ് വിൽ ബി യുവർ ബാറ്റിൽ ഫീൽഡ്. ഈ പേപ്പറിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ ഉണ്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഏതൊക്കെ സബ്ജക്റ്റിൽ വരുന്നത് എന്നുള്ളത്. അത് കാണുമ്പോൾ തന്നെ ഹാഫ് ദ കൺഫ്യൂഷൻ ഓൾറെഡി ഡിസപ്പിയേഴ്സ്. ഡിവൈഡ് ആൻഡ് കോൺകർ. ഇനി ഈ ചാപ്റ്റേഴ്സിനെ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സ്ട്രോങ് ചാപ്റ്റേഴ്സ്, മീഡിയം ചാപ്റ്റേഴ്സ്, വീക്ക് ചാപ്റ്റേഴ്സ്. സ്ട്രോങ് ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് ഓൾറെഡി നല്ലോണം അറിയാവുന്ന ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടത്. അതായത് നിങ്ങൾക്ക് നല്ലോണം അറിയാം, യു ആർ ഓൾറെഡി കോൺഫിഡൻറ്റ് അബൌട്ട് ദോസ് ചാപ്റ്റേഴ്സ്. മീഡിയം ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു തവണ നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ട്, ബട്ട് ഒരുപാടധികം കോൺഫിഡൻ്റ് അല്ല ആ ചാപ്റ്റേഴ്സിനെ കുറിച്ച്. അങ്ങനത്തെ ചാപ്റ്റേഴ്സ് ആയിരിക്കും മീഡിയം ചാപ്റ്റേഴ്സിൽ വരാം. പിന്നെ തേർഡ് കാറ്റഗറിയാണ് വീക്ക് ചാപ്റ്റേഴ്സ്. അതായത് നിങ്ങൾ ഒട്ടും തന്നെ നോക്കിയിട്ടില്ലാത്ത ചാപ്റ്റേഴ്സ്, അതായിരിക്കും വീക്ക് ചാപ്റ്റേഴ്സിൽ വരുന്നത്. ഇങ്ങനെ സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി മനസ്സിലാകും ആദ്യം ഏത് ചാപ്റ്റേഴ്സിൽ നിന്ന് തുടങ്ങണം എന്നുള്ളത്. ദ 20 day സ്ട്രാറ്റജി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എക്സാമിന് മുന്നേ നിങ്ങളുടെ കയ്യിൽ 20 days ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഡേയ്സിനെ ഡിവൈഡ് ചെയ്യാം. ഡേ 1 to 5 മീഡിയം ചാപ്റ്റേഴ്സിൽ ഫോക്കസ് ചെയ്യാം. അതായത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ബട്ട് ഒരുപാടധികം കോൺഫിഡൻ്റ് അല്ലാത്ത ചാപ്റ്റേഴ്സ്. ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും പഠിക്കാൻ, ബിക്കോസ് പകുതി കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അപ്പം പെട്ടെന്ന് തന്നെ 1 shot വീഡിയോസ് കാണാം, അതിൻ്റെ നോട്ട്സ് വായിക്കുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആകും. ഡേ 6 to 14 നിങ്ങളുടെ വീക്ക് ചാപ്റ്റേഴ്സിനെ അറ്റാക്ക് ചെയ്യുക. സോ ഒട്ടും തന്നെ പേടിക്കല്ല, പെട്ടെന്ന് ക്വിക്ക് ലെക്ചേഴ്സ് വാച്ച് ചെയ്യുക, അതിൻ്റെ NCERT വായിക്കുക ആൻഡ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഓവറായിട്ട് റീഡ് ചെയ്ത് ആ ചാപ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഡേ 15 to 20 റിവൈസ് യുവർ സ്ട്രോങ് ചാപ്റ്റേഴ്സ്. ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി. ഇനി എക്സാമിന് മുന്നേ 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂങ്കിൽ, വേറെ സിലബസ് ഒന്നും പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ കവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 100% സിലബസും കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. ടൈം കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൽ ഫോക്കസ് ചെയ്യാം. ആ ചാപ്റ്റേഴ്സ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് വരാം. അതിൽ നിന്ന് ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. ബിക്കോസ് ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു ഡു 5 chapters പെർഫെക്റ്റ്ലി ദാൻ ടു റഷ് ത്രൂ 10 chapters കെയർലെസ്ലി. ടൈം ലിമിറ്റ് കുറവാണെങ്കിൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ അഡാപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ബ്രേക്ക് ദ ഐ കാൻറ്റ് മൈൻഡ് സെറ്റ്. നിങ്ങളുടെ ഏറ്റവും വലിയ എനിമിയാണ് എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ്. അപ്പം അതിനെ ആദ്യം തന്നെ ബ്രേക്ക് ചെയ്യുക. സത്യം പറഞ്ഞ് എത്ര തവണ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കും, ഞാൻ എൻ്റെ പേരൻസിനോട് എന്ത് പറയും, ഞാൻ തോറ്റുപോയാൽ എന്ത് ചെയ്യും, എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? സ്റ്റോപ്പ് ഡൗട്ടിങ് യുവർ സെൽഫ്. 1000 കണക്കിന് കുട്ടികൾക്ക് 95% മുകളിൽ സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റില്ല? യു ആർ നോട്ട് ലെസ് ദാൻ എനിവൺ. യു ആർ കേപ്പബിൾ, യു ആർ സ്മാർട്ട്, ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, യു ആർ സ്ട്രോങ്ങർ ദാൻ യു തിങ്ക്. സോ ഇപ്പം തന്നെ ഈ ഒരു പ്ലാൻ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. എന്നും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക, ഒരിക്കലും ക്വിറ്റ് ചെയ്യരുത്. സോ ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.